നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ജനാധിപത്യം അതിനെപ്പറ്റിയാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു ജീവൻ പോലും സുരക്ഷിതമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം യഥാർത്ഥ ജനാധിപത്യമാണോ? എത്രത്തോളം കാര്യക്ഷമമാണ് നമ്മുടെ ജനാധിപത്യം? ഈ അടുത്ത് തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവം നമ്മളെ എല്ലാവരെയും ഒന്ന് നിർത്തി ചിന്തിപ്പിക്കണം. 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ മതിയായ ചികിത്സയും ശ്രദ്ധയും ലഭിക്കാതെ ഒരു ആശുപത്രിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവമുണ്ടായി. കാരണം എന്തുതന്നെ ആയിക്കോട്ടെ, ചോദ്യം ഇതാണ്: ഒരു സാധാരണ പൗരൻ്റെ ജീവൻ പോലും നമ്മുടെ സിസ്റ്റത്തിൻ്റെ അനാസ്ഥ കാരണം നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന് നാം എത്ര കാലം സഹിക്കണം? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതീകമാണ്. ജനാധിപത്യം എന്നത് വോട്ട് രേഖപ്പെടുത്തലിൽ ഒതുങ്ങുന്നുണ്ടോ? സുഹൃത്തുക്കളെ, നമ്മുടെ ജനാധിപത്യ സംവിധാനം യഥാർത്ഥത്തിൽ എത്രത്തോളം പ്രവർത്തനക്ഷമമാണ്? ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നത് മാത്രമാണോ യഥാർത്ഥ ജനാധിപത്യം? വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കടമ തീർന്നോ? സർക്കാരുകൾ മാറി മാറി വന്നിട്ടും പോലീസ് സ്റ്റേഷനുകളിൽ, ആശുപത്രികളിൽ, റെയിൽവേ, ഗതാഗതം, മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സേവനത്തിൻ്റെ ഗുണനിലവാരം മാറാത്തത് എന്തുകൊണ്ടാണ്? നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റാൻ നമ്മുടെ ജനാധിപത്യത്തിന് കഴിയുമോ? സത്യത്തിൽ ഈ നാടിനെ ദിനം പ്രതി ഭരിക്കുന്നത് ആരാണ്? രാഷ്ട്രീയ നേതാക്കളാണോ? അതോ ഈ ഓഫീസുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരോ? നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാനോ മാറ്റാനോ അധികാരമില്ല. അഴിമതിക്കാരനോ അനാസ്ഥയുള്ളവനോ ആയാലും വിരമിക്കുന്നതുവരെ അവനെ നമ്മൾ സഹിക്കണം. ഒരു ഡോക്ടർ രോഗിയുടെ ജീവൻ അപകടത്തിലാക്കിയാലും, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അനീതി കാണിച്ചാലും അയാൾ പെൻഷൻ വാങ്ങി പോകുന്നതുവരെ ജനങ്ങൾ സഹിക്കണമെന്നാണോ നിയമം? ആശുപത്രികളിലും പോലീസ് സ്റ്റേഷനുകളിലും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇതേ അവസ്ഥ തന്നെയല്ലേ? എന്തുകൊണ്ട് നമുക്ക് വേറിട്ടൊരു സിസ്റ്റം ചിന്തിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്കൊരു പുതിയ സുതാര്യമായ ജനകീയ സംവിധാനം വിഭാവനം ചെയ്യാൻ കഴിയില്ല? നമ്മുടെ ടെക്നോളജിയുടെ വളർച്ച ഉപയോഗിച്ചുകൊണ്ട് ഓരോ പൊതുസേവനത്തിനും ഓരോ ഉദ്യോഗസ്ഥൻ്റെയും പ്രവർത്തനത്തിനും ജനങ്ങൾക്ക് നേരിട്ട് വിലയിരുത്താൻ കഴിയുന്ന ഒരു സംവിധാനം, റേറ്റിംഗ് ആൻഡ് റിവ്യൂ. പക്ഷേ വിശ്വാസ്യതയുടെ വെറും റേറ്റിംഗ് മതിയാകില്ല. ഇത് ഹൈജാക്ക് ചെയ്യപ്പെടാത്തതും വ്യാജമാക്കാൻ കഴിയാത്തതുമായിരിക്കണം. അതിനായി ജിയോ ടാഗിംഗ്, ലൊക്കേഷൻ വെരിഫിക്കേഷൻ, നിങ്ങൾ ഓഫീസിലെത്തിയെന്ന സിസ്റ്റം സ്വയം ഉറപ്പാക്കുന്ന സിസ്റ്റം, ബോത്ത് സൈഡ് വെരിഫിക്കേഷൻ, സേവനം നൽകുന്ന ഉദ്യോഗസ്ഥനും സേവനം സ്വീകരിക്കുന്ന പൗരനും രണ്ടുപേരും സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുന്ന സംവിധാനം, ടോക്കൺ അടിസ്ഥാന സംവിധാനം, സേവനം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഡിജിറ്റൽ സ്ഥിരീകരണം, OTP, ബയോമെട്രിക് സ്ഥിരീകരണം, സേവനം പൂർത്തിയായെന്ന് ഉറപ്പാക്കാൻ റിയൽ ടൈം റേറ്റിംഗ്, സേവനം ലഭിച്ച ശേഷം മാത്രം റേറ്റിംഗ് നൽകാൻ കഴിയുന്ന സിറ്റുവേഷൻ, ഡിജിറ്റൽ തെളിവുകൾ, എല്ലാ സേവനവും രേഖയായി സൂക്ഷിക്കണം. ഇതോടെ വ്യാജ റേറ്റിംഗുകളും തെറ്റായ ആരോപണങ്ങളും ഒഴിവാക്കാം. ഉത്തരവാദിത്തമുണ്ടാകണം. യഥാർത്ഥ മാറ്റത്തിനായി ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഈ റേറ്റിംഗ് ടാഗ് ചെയ്യപ്പെടണം. സേവനം മോശമാണെങ്കിൽ, ജനങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്നവരാണെങ്കിൽ തുടർച്ചയായ മോണിറ്ററിങ്ങിലൂടെ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടാകണം. ജോലി ചെയ്യാൻ മടിക്കുന്നവർക്ക് പകരം കഴിവുള്ള, പരിശീലനം നൽകാവുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പുറത്തുണ്ട്. പ്രൈവറ്റ് സെക്ടറിലെ പോലെ മോശം ടീം മാറ്റി മികച്ച ടീം കൊണ്ടുവരാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടായാൽ ഈ നാട് എവിടത്തോളം മാറുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭയമല്ല, ബോധമുണ്ടാകണം. അഴിമതി ചെയ്താൽ രക്ഷയില്ലെന്ന്, അനീതി കാണിച്ചാൽ ഉടൻ തന്നെ ജനങ്ങൾ വിലയിരുത്തുമെന്നും ഈ ബോധം ഓരോ ഉദ്യോഗസ്ഥനിലും ഉണ്ടാകണം. ജനങ്ങളുടെ സംതൃപ്തിയാണ് ഒരു സ്ഥാപനത്തിൻ്റെ അളവുകോൽ. അങ്ങനെ ആയാൽ നമ്മുടെ സിസ്റ്റം എത്ര വേഗം മാറും? സേവനം ഒരു ഉപകാരമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ്. അത് നൽകുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ടായിരിക്കണം. ഇനി ചോദ്യം നിങ്ങളോടാണ്. പോലീസ് സ്റ്റേഷനായാലും ആശുപത്രിയായാലും ഗതാഗത മേഖലയായാലും ജനങ്ങളുടെ സംതൃപ്തിയാണ് അതിൻ്റെ നിലനിൽപ്പെങ്കിൽ, അടിസ്ഥാനം എങ്കിൽ ഈ നാട് മാറില്ലേ? ഇത്തരമൊരു സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ജനകീയ നിയന്ത്രണം നമ്മുടെ നാട്ടിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് പ്രാക്ടിക്കലാണോ? എന്തെല്ലാം മാറ്റങ്ങൾ വേണം? കമൻറ്റ് ബോക്സിൽ
നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.